ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പാളിച്ചകളുണ്ട്. സമുദായത്തെ ഏറ്റെടുക്കാൻ ഒരാളുണ്ടെന്ന അല്ലേ, നമ്മെ ഏറ്റെടുക്കാൻ ഒരാളുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സങ്കടവും അവിടെ പറയാം, അവിടുത്തെ ഓർക്കാൻ നമുക്ക് കഴിയണം. അവിടുത്തെ നിഷ്കളങ്കമായ ദുആകളൊക്കെ നമുക്ക് വേണ്ടി എത്രയാ കടന്നു പോയിട്ടുള്ളത്. ഐഷ റളിയല്ലാഹു അൻഹാ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഷ്കളങ്കതയുടെ മുന്നിൽ ചിരിച്ചു പോകുന്നുണ്ട്. ഐഷബിക്ക് വേണ്ടി ദ്വാരക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തോന്നും ഇതൊരു തമാശ പോലെ. ഐഷ റളിയല്ലാഹു അൻഹ ചിരിച്ചുപോയി നബി തങ്ങളുടെ ആ നിഷ്കളങ്കത കണ്ടിട്ട്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അവിടുത്തെ പ്രവാചക പത്നിമാർ കുസൃതി അവരുടെ വികൃതികൾ പ്രകടിപ്പിക്കുമ്പോൾ ആ നിഷ്കളങ്കത ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാണ്. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മാ റഅയ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീബൻ നഫ്സി, റസൂലുള്ളാഹി നല്ല സന്തോഷത്തിലിരിക്കുന്ന ഞാൻ കണ്ടപ്പോ ഒരു ദിവസം ഐഷബിയുടെ വീട്ടിലുണ്ടായ സംഭവം. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നത് ഞാൻ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ, എനിക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യുമോ? എനിക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യുമോ? ഐഷബി ചോദിക്കാം. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഐഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖറ. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട ആയിഷാക്ക് നീ പൊറുക്കണേ, മുൻകഴിഞ്ഞ പാപങ്ങളും വരാനുള്ള പാപങ്ങളും പൊറുക്കണേ. നിഷ്കളങ്കമായ ദ്വാരക്കാൻ. എന്നിട്ട് പിന്നെ ദ്വാരുന്നു, അല്ലാഹുവേ, രഹസ്യമായി ചെയ്ത പാപങ്ങൾ പരസ്യമായി സംഭവിച്ചു പോയതുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണേ. നബി തങ്ങളോട് ദ്വാരക്കണേ എന്ന് പറഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് ദ്വാരക്കണം. ഒരു സൂക്ഷ്മതയാണിത്. ഐഷബി ചിരിച്ചുപോയി. ഐഷ ബീവി ചിരിച്ചുപോയി. ഫളഹികതു ഐഷ ഹത്താ സഖത റഅസുഹാ ഫി ഹിജ്രിഹാ മിനൽ ലഹ്കി. നബി തങ്ങൾ ഇങ്ങനെ ദ്വാരക്ക കരഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ദ്വാരക്കാണ്. എനിക്ക് വേണ്ടി ദ്വാരക്കൂലേ നബിയെ എന്ന് ചോദിച്ചപ്പോ വേഗം ദ്വാരക്കണ കണ്ട് ഐഷബി ചിരിച്ചുപോയി. ചിരിച്ച് ചിരിച്ച് ഐഷ റളിയല്ലാഹു അൻഹയുടെ ശിരസ് മടിയിലേക്ക് കുനിഞ്ഞുപോയി. ശിരസ് മടിയിലേക്ക് കുനിഞ്ഞുപോയി, തല കുനിഞ്ഞുപോയി. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷബിയോട് ചോദിക്കും, എന്തിനാ നീ ചിരിക്കുന്നത്? ഐഷ, എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ദ്വാരന്നിട്ട് എന്തേ സന്തോഷമില്ലാത്തത്? എന്തിനാ നീ ചിരിക്കണത്? നിനക്ക് എന്തേ സന്തോഷമായില്ലേ ഞാൻ ദ്വാരന്നിട്ട്? ഐഷ ബീവി പറഞ്ഞു, നബിയേ, വമാലി ലാ യുസിറുനി ദുആഉക, അങ്ങ് ദ്വാരന്നിട്ട് എനിക്ക് എന്തേ സന്തോഷം കിട്ടാതിരിക്കാൻ കാരണം? അങ്ങയുടെ ദുആഓളം എനിക്ക് സന്തോഷമുള്ള മറ്റൊന്നുമില്ല നബിയേ. ഞാൻ ചിരിച്ചുപോയത് ആ സന്തോഷം കൊണ്ട് തന്നെയാണ്, ആ സന്തോഷത്തോടു കൂടെ തന്നെയാണെന്നാൽ കേട്ടോളൂ ഐഷ, വല്ലാഹി ഇന്നഹാ ലദുആഇ ലി ഉമ്മത്തി ഫീ കുല്ലി സ്വലാ. എല്ലാ ദിവസവും 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോ എന്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ദുആരക്കാറുണ്ട്. ഐഷ, സയ്യിദുനാ റസൂലുള്ളാഹി നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നമുക്ക് വേണ്ടി റസൂലുള്ളാഹി ദുആരക്കാർ എല്ലാ നേരം 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഇതുപോലെ ദുആരക്കുമായിരുന്നു. അങ്ങനെയാ മദീനയിൽ ഒരു മയ്യിത്ത് വന്നാൽ ആ മയ്യിത്തിന്റെ കടബാധ്യത ഏറ്റെടുക്കുമായിരുന്ന ആ മിസ്കീനായ മനുഷ്യൻ പണക്കാരനാ, കയ്യിൽ വല്ലതും വെച്ചിരുന്നോ? സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മരണനേരത്തും അവിടുത്തെ വഫാത്തിന്റെ സമയത്തും പടയങ്കി വസ്ത്രം പണയത്തില. വഫാത്തിന്റെ സന്ദർഭത്തിൽ പടയങ്കി വസ്ത്രം പണയത്തില. അത്രത്തോളം കയ്യിൽ ദുനിയാവ് സൂക്ഷിക്കാതെ കൊണ്ടു നടന്ന മുത്തുനബി ഒരു മയ്യിത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ വിളിച്ചു ചോദിക്കപ്പെടും. സ്വഹീഹുൽ ബുഖാരി, മദീനയിൽ ഒരു മയ്യിത്ത് വന്നാൽ ആ മയ്യിത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുമായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾക്ക് മയ്യിത്തിന് അനന്തര സ്വത്തുണ്ടെങ്കിൽ അത് അനന്തര സ്വത്തിൽ നിന്ന് വിട്ടാമായിരുന്നു. പക്ഷേ അവിടുന്ന് പറയുമായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കെ
ആ മയ്യത്തിന്റെ കടം ഞാൻ വീട്ടിക്കൊള്ളാമേ, അനന്തര സ്വത്ത് അനന്തരാവകാശം എടുത്തോട്ടെ. കയ്യിലുള്ള സമ്പാദ്യം സമുദായത്തിലെ മരണപ്പെട്ട കടത്തോടുകൂടെ മരണപ്പെട്ടവന് വേണ്ടി മാറ്റിവെക്കാൻ കാണിച്ച മനസ്സ്, എന്തേ കടത്തോടുകൂടെ മരിക്കരുതെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടും അത് പാലിക്കാതെ അല്ലെങ്കിൽ അതിൽ പാളിച്ച വരുന്നവരെങ്ങനെ ഏറ്റെടുക്കാൻ വരുന്നു? ഒരു സ്നേഹമാണിത്, അതൊരു കരുണയാണ്, അതൊരു ചേർത്ത് പിടിക്കലാണ്. ആർക്കങ്ങനെ കഴിയാം? കേട്ടോളൂ ഹദീസ്. കാന യുഅ്താ ബിർറജുലിൽ മുതവഫാ അലൈഹി ദൈൻ. കടമുള്ള ആളുടെ മയ്യിത്ത് കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ, ആ കടമുള്ള ആളുടെ മയ്യിത്ത് കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് ഞാനല്ലേ അവരുടെ നഫ്സിനേക്കാൾ ബന്ധപ്പെട്ടത്. അപ്പൊ അവരുടെ നഫ്സിന്റെ കെയർ ഓഫിലുള്ള ഒരു കടം വീട്ടിൽ അവിടെ വേണ്ട, ഞാൻ തന്നെ വീട്ടിക്കൊള്ളാം. അങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ച് കടമുണ്ട്, അനന്തര സ്വത്ത് ബാക്കി വന്നു. ഫതറക ദൈനൻ ഫഅലൈയ ഖളാഉഹു വമൻ തറക മാലൻ ഫലിവരിസതിഹി. സമ്പാദ്യം ഉള്ളവ മരിച്ചാലും സമ്പാദ്യം അനന്തരാവകാശം എടുത്തോട്ടെ, കടം ഞാൻ വീട്ടിക്കൊള്ളാം. ഇത് പറഞ്ഞിരുന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിരുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ ഒരാൾക്ക് ഇതിന് കഴിയാ? അത്രയും ആർദ്രമായ മനസ്സ്. ആ നബിയെ കണ്ട കണ്ണല്ലേ ഏറ്റവും ഭാഗ്യമുള്ള കണ്ണ്. ആ നബിയെ കണ്ടുകൊണ്ടിരുന്ന കണ്ണ് ഇനി ആ നബിയില്ലാത്ത ലോകത്ത് കാഴ്ചയില്ലാതെ മതിയെന്ന് സ്വഹാബി ദുആയിരുന്നു. ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നു. സ്വഹാബി തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട പിതാവേ, തുവഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബിക്ക് വിശ്വസിക്കാനാകുന്നില്ല, ഉള്ളിലേക്ക് കയറണില്ല. സ്വഹാബി അത് ബോധ്യമായപ്പോ അവിടെ ഇരുന്നുകൊണ്ടാണ് ദുആയിരുന്നു, പടച്ചോനെ, നബിയില്ലാത്ത ലോകം കാണാൻ ഇനി എനിക്ക് കണ്ണ് വേണ്ട. നബിയില്ലാത്ത ലോകം കാണാൻ എനിക്ക് ഇനി കണ്ണ് വേണ്ട അല്ലാ. നബിയെ കാണാനില്ലാത്ത ഈ ലോകം, നബിയില്ലാത്ത ഈ ലോകം കാണാൻ എനിക്ക് കണ്ണ് വേണ്ട അല്ലാ. സ്വഹാബി ദുആയിരുന്നു. ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീറിൽ നോക്കിക്കോളൂ. ആ സ്വഹാബി ദുആയിരുന്നത് ഒരു പൊട്ടത്തരമാണ് എങ്കിൽ, ഒരു അവിവേകമാണ് എങ്കിൽ, അതിന് പരിഗണന ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ആ സ്വഹാബി തൊട്ടടുത്ത നിമിഷം കണ്ണിന്റെ കാഴ്ചയില്ലാത്തവനായി മാറിയത്? അല്ലാഹു ആ പ്രണയത്തെ സ്വീകരിച്ചു, അല്ലാഹു ആ പ്രവാചക പ്രണയത്തെ അംഗീകരിച്ചു. ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിയമത പ്രവാചക പ്രണയത്തിൽ നിയമമില്ല, പ്രവാചക പ്രണയത്തിൽ നിയമമില്ല. നിയമം മാറി, നിയമം മാറി. പ്രവാചക പ്രണയത്തിൽ നിയമം മാറി. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആ സ്വഹാബി ദുആറന്നതിൽ തൊട്ടടുത്ത നിമിഷം കണ്ണിന്റെ കാഴ്ച പോയെന്ന് ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്ത തഫ്സീറുൽ കബീറിൽ ഈ സംഭവം നമുക്ക് കാണാം. അങ്ങനെ സ്വഹാബികൾ സ്നേഹിച്ചത്. മദീന വിട്ടു പോവാൻ തീരുമാനിച്ചു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഇനി എനിക്ക് ബാങ്ക് വിളിക്കാനും കഴിയില്ല, ബാങ്ക് കേൾക്കാനും കഴിയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. മദീന വിടാൻ തീരുമാനിച്ചു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കണേ, സ്വഹാബികളുടെ പ്രവാചക പ്രണയം അങ്ങനെയായിരുന്നു. മദീന വിടുന്നതിനാ? ആർക്കെങ്കിലും മദീനയിൽ മരിക്കാൻ പറ്റുമെങ്കിൽ മദീനയിൽ മരിച്ചോളൂ, അവന് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രമാണങ്ങൾ പറഞ്ഞ മഹത്വം അതാ. മദീനയിൽ മരിക്കാൻ കഴിയുക എന്ന ഭാഗ്യത്തെക്കാൾ മദീനയിൽ പ്രവാചക പ്രണയം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഒരാൾക്ക് നബിദിനത്തിന്റെ അന്ന് എങ്ങനെയാ ഇപ്പൊ സന്തോഷിക്കുക? റസൂലുള്ളാഹി വഫാത്തായതല്ലേ, അന്ന് സന്തോഷിക്കാൻ വേണ്ടത്.
അന്ന് ജനിച്ചതാണല്ലോ, ജനിച്ചതിന്റെ പേരിലുള്ള സന്തോഷം. വഫാത്തായപ്പോ ഒരാൾക്ക് വഫാത്തായതിന്റെ പേരിൽ ഒരാൾക്ക് നബിദിനത്തിന്റെ ദുഃഖം തോന്നുന്നെങ്കിൽ പ്രണയത്തിന്റെ പേരിലാണോ? നീ ദുഃഖിച്ചോ, പ്രണയത്തിന്റെ പേരിലാണോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിയമം ഇവിടെ വേറെ ഉണ്ട്. ഒരു മരണത്തിന് ശേഷം ദുഃഖത്തിന് വേണ്ടി കരുതി കൂട്ടിയിരിക്കലും 3 ദിവസത്തിന് ശേഷം പാടില്ലാത്തതാണ്. അപ്പൊ അവിടെ അഭികാമ്യം ദുഃഖത്തിനും സാധ്യതയുണ്ട്, സന്തോഷത്തിനും സാധ്യതയുണ്ട്. കാരണം ആ ദിവസം തന്നെയാണല്ലോ ജനനവും വഫാത്ത് നടന്നിട്ടുള്ളത്. അപ്പൊ ദുഃഖത്തിനൊരു നിയമവിലക്ക് ഉള്ള സ്ഥിതിക്ക് നിന്റെ മനസ്സിൽ തോന്നുന്ന ദുഃഖം ഉള്ളിലുണ്ടായിക്കോട്ടെ, അത് പ്രകടിപ്പിക്കണ്ട. അതും കൂലിയുള്ളതാണ്, പ്രവാചക പ്രണയാണല്ലോ. പക്ഷെ അങ്ങനെ ആർക്കും ദുഃഖമല്ലല്ലോ. ദുഃഖവും സന്തോഷവും കൂടി ഒരുമിച്ച് വന്ന സാധാരണ ബോധമുള്ള ഒരു മനുഷ്യൻ സന്തോഷത്തിന്റെ പുറകെ പോവാം. സന്തോഷിക്കും നബിയോടുള്ള സ്നേഹം. മിഠായി വിതരണമൊക്കെ ചെയ്യുന്നത് സാധാരണ ഒരു സ്നേഹപ്രകടനത്തിന്റെയും സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ്. അങ്ങനെ വരുന്നോണ്ട് നബിദിനത്തിന് സന്തോഷിക്കുന്നു, ആഘോഷിക്കുന്നു. ആഘോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം പ്രകടിപ്പിക്കാന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ വിശാലമായിട്ട് പിന്നെ പറയുന്നുണ്ട്. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട കണ്ണ് അതല്ലേ പുണ്യം ചെയ്ത കണ്ണ്, അതാണല്ലോ പുണ്യം ചെയ്ത കണ്ണ്. വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ. മഹാനായ ഹസ്സാൻ പാടുമായിരുന്നു, നബിയേ എന്റെ കണ്ണ് കണ്ട ഏറ്റവും വലിയ സൗന്ദര്യം, എന്റെ കണ്ണ് കണ്ട ഏറ്റവും വലിയ മഹാൻ, എന്റെ കണ്ണ് കണ്ട ഏറ്റവും വലിയ സംഭവം അങ്ങല്ലാതെ അങ്ങേക്കപ്പുറത്തേക്ക് തീരെ മറ്റൊന്നിനെ ഞാൻ കണ്ടിട്ടില്ല നബിയേ. ഒരു ലോകത്ത് വന്ന ഒരു പെണ്ണിനും ഇത്ര സൗന്ദര്യമുള്ള ഒന്നിനെ പ്രസവിക്കാനും കഴിഞ്ഞിട്ടില്ല നബിയേ. മഹാനായ ഹസ്സാൻ പാടുമായിരുന്നു. റസൂലുള്ളാഹിയെ കുറിച്ച് ഇങ്ങനെ ഫഖർ പാടുമായിരുന്നു. ആ കണ്ണ് നബിയെ കണ്ട കണ്ണ്, നബിയെ കണ്ട കണ്ണ് അത് പുണ്യം നിറഞ്ഞ കണ്ണാ. നബിയെ കണ്ട കണ്ണുള്ള ആളുകൾ യുദ്ധത്തിന് പോയാൽ അവര് മുന്നിൽ നിന്നാൽ, നബിയെ കണ്ട കണ്ണുകൊണ്ട് യുദ്ധനിരയുടെ മുന്നിൽ നിന്ന് ശത്രുവിന്റെ നേരെ നോക്കിയാൽ ശത്രു പരാജയപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുണ്ട്. സ്വഹീഹ് മുസ്ലിം എന്താ പറഞ്ഞത്? നബിയെ കണ്ട കണ്ണുള്ള സ്വഹാബി മുന്നിൽ നിന്ന് യുദ്ധം നയിച്ചാൽ, നബിയെ കണ്ട കണ്ണുകൊണ്ട് ശത്രുവിന്റെ നേരെ നോക്കിയാൽ ആ യുദ്ധത്തിൽ ശത്രു പരാജയപ്പെടും. ഇങ്ങനെ ഒരു ആശയം ഒരു ഹദീസിലുണ്ട്, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കേട്ടോളൂ ഹദീസ് ഞാൻ പറയാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സഈദ് അൽ ഖുദരി സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസ് സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. യഗ്സൂ ഫിആമും മിനന്നാസ്, അന്ന് കുറെ ആളുകൾ യുദ്ധത്തിന് പോകും. ഫയുഖാലു ലഹും, അപ്പോൾ അവരോട് വിളിച്ചു ചോദിക്കപ്പെടും, ഫീകും മൻ റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ ആരെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടവരുണ്ടോ? കണ്ണുകൊണ്ട് കാണാറ. ഫയഖൂലുന, അപ്പോൾ അവിടെ ആരൊക്കെയോ പറയും, നഅം, ഉണ്ടേ ഉണ്ടേ ഉണ്ടേ. ഫഫുതിഹ ഫയുഫ്തഹു ലഹും, ആ നബിയെ കണ്ട ആളെ പിടിച്ച് നേതൃത്വമേൽപ്പിക്കും, അയാൾ മുന്നിൽ നിൽക്കും, ആ യുദ്ധത്തിൽ അവർ വിജയിക്കും. നബിയെ കണ്ടത് ഒരു വലിയ കാര്യമാണ്. ഇനി കേട്ടോളൂ. ثم يغزو فئام من الناس فيقال فيكم, പിന്നെ ഒരു കാലം വരുമ്പോൾ അന്ന് വിളിച്ചു ചോദിക്കപ്പെടും, മൻ റആ മൻ സഹിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കണ്ടവനുണ്ടോ? ഉണ്ടെന്ന് ആരൊക്കെയോ പറയും. അയാളെ പിടിച്ച് മുന്നിൽ നിർത്തും, യുദ്ധത്തിൽ വിജയമുണ്ട്. ആര്? നബിയെ കണ്ട കണ്ണുള്ള ആളെ കണ്ടവൻ. ഇങ്ങനെ ചോദിക്കപ്പെടും. അല്ലാഹുവിന്റെ ഹബീബ് പിന്നെയും പറഞ്ഞു, പിന്നെ ഒരു കാലം വരുമ്പോൾ അന്ന് യുദ്ധത്തിന് പോകുമ്പോൾ വിളിച്ചു ചോദിക്കപ്പെടും, നബിയെ കണ്ടവനെ, നബിയെ കണ്ടവനെ കണ്ടവനുണ്ടോ?
ഉണ്ടെന്ന് പറയും, അയാളെ പിടിച്ചു നിർത്തപ്പെടും. സ്വഹീഹ് മുസ്ലിം, യുദ്ധത്തിൽ വിജയമുണ്ടാകപ്പോൾ അവിടത്തെ കാണാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ തൗഫീഖാണ്. സ്വപ്നത്തിൽ കാണണം, എന്തൊരു ശ്രേഷ്ഠതയാണ്. കാണാൻ കഴിയണമല്ലോ. മൂന്നവസരമാ കാണാൻ. സ്വപ്നത്തിൽ ദുനിയാവിൽ കാണാൻ കഴിയണം. മുറബിയായ ശൈഖിന്റെ മുരീദായി ദിക്റിന്റെ ഹാലിൽ ലയിച്ച് ദിക്റിൽ ചേർന്ന് ആത്മാവ് ദിക്റിൽ അലിഞ്ഞു ചേർന്ന് ദിക്റിലും ഫിക്റിലുമായി കഴിയുന്ന ഒരു വലിയന്റെ പദവിയിലെത്തിയ ഏകാന്തതയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മുത്തുനബിയെ മുന്നിൽ കാണാൻ കഴിയുമെന്ന് തസവൂഫിന്റെ ഉലമാ പറയുന്നുണ്ട്. ഒരുപാട് മഹാന്മാർ അങ്ങനെ കാണലുണ്ട്. അങ്ങനെ മുന്നിൽ റസൂലുള്ളാഹി വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സന്ദർഭമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നബിയെ ആസ്വദിക്കാൻ കഴിഞ്ഞ ഏകാന്തത. സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വട്ടം നബിയെ കാണാനുള്ള അവസരം ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഒന്ന് സ്വപ്നത്തിൽ, 2 നമ്മുടെ ആത്മീയതയിൽ ദിക്റുകളിലും ഫിക്റുകളിലും സ്വലാത്തുകളിലുമായി ലയിച്ചിരിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയും. 3ാമത് കാണാൻ കഴിയുന്നത് മരണത്തിന്റെ നേരത്താണ്. മരണനേരത്ത് നമുക്ക് കാണാൻ കഴിയും. മരണനേരത്ത് കാണാൻ കഴിയും. കാണുക എന്നത് വലിയ ഒരു ഘടകമാണ് ഒരാളുടെ പരലോകം രക്ഷപ്പെടാൻ. നബിയെ കാണുക. കണ്ണുകളെ, നീ എന്തിനാ കരയുന്നത്? നബിയെ ഓർത്തതിന്റെ പേരിലാണോ? അങ്ങനല്ലേ? നബിയെ ഓർത്തപ്പോ കരഞ്ഞുപോയ കണ്ണിനും മഹത്വമുണ്ട്. ഖസീദത്തുൽ ബുർദ തുടങ്ങുന്നത് തന്നെ കണ്ണുനീരിന്റെ കഥ പറഞ്ഞുകൊണ്ടാ. അങ്ങനെയാണ്. നബിയെ കണ്ട കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടെങ്കിൽ നബിയെ ഓർത്ത മനസ്സ് ആ കണ്ണിനെ ഉപയോഗപ്പെടുത്തി കരയാൻ വേണ്ടിയിട്ട്. ആമിൻ തദക്കുറുജി റാനിം ബി ദിസലമി മസജത ദംഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി അം ഹബ്ബതി റിഹു മിൻ تلقائي كلمتين وأومال البرق في ظلماء من إلمي. എന്തൊരു മനോഹരമായ ചടുലമായ സാഹിത്യം. ആർ.എ. നിക്കിൾസന്റെ എ ലിറ്റററി ഹിസ്റ്ററി ഓഫ് ദ അറബ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ബുർദയെ വിമർശിക്കുന്നത് കാണാം. എന്നാൽ അയാൾ പറഞ്ഞു, ഈ ബുർദ ചടുലമായ സാഹിത്യത്തിന്റെ സാമ്രാട്ടാണെങ്കിലും അയാൾ പറഞ്ഞു ഇതിൽ അത്ര ആദരണീയമായ ചർച്ചകളൊന്നും ഇല്ല. ആർ.എ. നിക്കിൾസൺ ഒരു വിമർശകനാണ്. ഇസ്ലാമിനെ പറ്റി അത്ര നല്ല അഭിപ്രായമുള്ള ആളൊന്നുമല്ല. എന്നാൽ അയാൾ പറഞ്ഞു, എലഗൻ സ്റ്റൈലിൽ പാടാൻ, അടിപൊളി സ്റ്റൈലിൽ പാടാൻ പറ്റുന്ന ഒരു വൃത്തം, ഒരു സംഗീതത്തിന്റെ കോർവ എവിടെയൊക്കെയോ ബുർദയുടെ ഉള്ളില് ഒളിച്ചു കിടക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നും പ്രവാചക പ്രണയത്തിന്റെ അനുരാഗ അരുവികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മാസ്മരികമായ അക്ഷര ക്രോഡീകരണം ബുർദയുടെ ഉള്ളിൽ ഉണ്ട്. എ ലിറ്റററി ഹിസ്റ്ററി ഓഫ് ദ അറബ്സ് എന്ന് പറയുന്ന പുസ്തകം അവൈലബിൾ ആണല്ലോ. അതിൽ നോക്കിയാൽ കാണാം. ആർ.എ. നിക്കിൾസൺ വളരെ കൃത്യമായി തന്നെ ബുർദയെ വിമർശിക്കുന്ന വരികളിൽ തന്നെ ബുർദയുടെ മാസ്മരികമായ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്യും. എന്ത് രസകരമായ ബുർദ തുടങ്ങിയത്. ചോദിക്കുകയാണ്, മിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജത ദംഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി. സലം ചെടികളുടെ ദേശത്തിന്റെ അയൽക്കാരനെ ഓർത്തുകൊണ്ടാണോ നിന്റെ നയനങ്ങൾ നിണം കലർന്ന ബാഷ്പങ്ങൾ പൊഴിക്കുന്നത്? സലം എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു നാടാണ്. സലം ചെടികളുടെ നാടെന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ളതായ ഒരു നാട്. ആ നാടിന്റെ അയൽവാസിയായ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തതിന്റെ പേരിലാണോ മസജത ദംഅൻ ജറാ മിൻ മുഖലത്തിൻ ബിദമി.
കരഞ്ഞ് 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 കണ്ണിലെ കണ്ണുനീര് തീർന്ന് ഇനി രക്തമാ വരുന്നത് നബിയെ ഓർക്കുമ്പോൾ കരഞ്ഞു പോവാ. നബിയെ ഓർക്കുമ്പോൾ കരഞ്ഞു പോകുന്നു. കരയാതെ ഇഷ്ടഭാജനത്തെ ഓർക്കാൻ കഴിയൂല. ഹൃദയത്തിന്റെ ഒരു നൊമ്പരമാ, മനസ്സിന്റെ ഒരു വിങ്ങല. സ്വലാത്ത് സ്വലാത്ത് ചൊല്ലി ചൊല്ലി വരുമ്പോ എപ്പോഴാ എന്റെ നബിയെ കാണാ? സിദ്ദീഖിന്റെ മരണം റളിയല്ലാഹു അൻഹു, ആ മരണത്തെ കുറിച്ച് പറയുന്നോടത്ത് കാണാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ അവസാന സന്ദർഭത്തില് കരച്ചിലാണ്. മരിക്കുമെന്നുള്ള കരച്ചിലല്ല, മരണത്തെ പേടിച്ചിട്ടുണ്ടാവും. എന്റെ നബിയുടെ മുന്നിലേക്ക് എത്താൻ ഞാൻ ഇനിയും വൈകുന്നുവല്ലോ, എന്റെ നബിയുടെ തൊട്ടടുത്ത് പോയി കിടക്കാൻ ഞാൻ ഇനിയും വൈകുന്നല്ലോ. വസിയത്തായിരുന്നു, മരണപ്പെട്ടാൽ വൈകല്ലേ, വേഗം മറവ് ചെയ്യണേ. തൊബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്, ഇമാം തൊബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്, വൈകല്ലേ, വേഗം മറവ് ചെയ്യണേ, എന്റെ നബിയോട് ചേരാൻ എനിക്ക് ധൃതിയാണേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓർത്താൽ കരയാത്ത ആരാ? ഓർത്താൽ കരയാത്ത ആരാ? അംഹബ്ബ തിരിഹൂമി തിൽഖാഇ ഖാളിമതി وأوبال البرق في ظلماء من إيلامي. എന്തിനാ കരച്ചിൽ വന്നത്? കാലിമയുടെ ഭാഗത്ത്, കാലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിലേക്കുള്ള ഒരു വഴിയോരമാണ്. മക്കയിലേക്കുള്ള ഒരു ഇടവഴിയാണ്, അല്ലെങ്കിൽ ഒരു വഴിയോരമാണ്. കാലിമയുടെ ഭാഗത്ത് നിന്നും വീശുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റ് വീശിയപ്പോഴോ അതെയോ മദീനയുടെ സമീപമുള്ള താഴ്വാരമാണ് ഇളം എന്ന് പറയുന്ന താഴ്വാരം. ഇളം എന്ന താഴ്വാരം, ആ താഴ്വാരത്തിൽ നിന്നും വരുന്ന മിന്നൽ പിളറുകൾ കൂരിരുളിനെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഇളമിലെ കനാന്തകാരത്തിൽ നിന്നും തിളങ്ങുന്ന മിന്നൽ പിണറുകൾ അത് നിന്റെ കണ്ണുകളെ കണ്ണുനീരിലെത്തിച്ചോ? ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രവാചക പ്രണയമുണ്ടല്ലോ. നമ്മുടെ പരിസരങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ആ നിരീക്ഷണ ബോധത്തിൽ ഉതിർന്നു വരുന്നതായ ഒരു പ്രവാചക പ്രണയത്തിന്റെ പ്രഫുല്ലമായ വെട്ടമുണ്ടല്ലോ. അത് വല്ലാതെ മനസ്സിനെ പിടിച്ചുകുലുക്കണം. 1921 ഒക്ടോബർ മാസം 26-ാം തീയതി കറാച്ചിയിലെ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കൊണ്ടുപോകുമ്പോൾ ഈ തിളക്കം, മദീനയുടെ തിളക്കം മനസ്സിലുണ്ടായി. കണ്ണിൽ നിന്നും നിറയാൻ തുടങ്ങി. വാക്കുകൾക്ക് ആർജവം വന്നു, വാക്കുകളിൽ ഊർജം കണ്ടു. ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുപോയി, ഇത് കാണുമ്പോൾ ഞാൻ എന്റെ മദീന ഓർക്കുകയാ. ഈ നാൽക്കെട്ടിന്റെ വളപ്പിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ ഈ കന്മതിലുകൾ തീർക്കുന്ന ഈ കൂരിരുട്ട് കാണുമ്പോൾ, കോടതിയുടെ അകത്തെ അനീതിയുടെ ഇരിപ്പിടം കാണുമ്പോൾ നീതിയുടെ ഇരിപ്പിടം എന്റെ മദീനയിൽ ഞാൻ കാണുകയാ. അവിടെ ന്യായാധിപനായി ഉപവിഷ്ടരായ മുഹമ്മദ് നബിയെ ഞാൻ കാണാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അറിയാതെ പറഞ്ഞുപോയി. മദീന, മാഇസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വധശിക്ഷ നടപ്പാക്കിയ മദീന, മഖ്സൂമിയ തറവാട്ടിലെ പെണ്ണാണ് കട്ടത്. വിട്ടുവീഴ്ചയുടെ പഴുതുണ്ടോന്ന് തേടി വന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിരുത്തിയ മദീന, നീതിയുടെ നിറകുടമായി നിലകൊണ്ട മദീന. എനിക്ക് ഓർമ്മ വരുന്നു എന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ വെറുതെ അങ്ങോട്ട് വിളിച്ചു പറയല്ല. ഏകാന്തതയിൽ തന്റെ മുന്നിൽ ഒറ്റക്കിരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖിനെ ആസ്വദിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മൗലാന മുഹമ്മദ് അലി ജൗഹർ കുറിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏകാന്തതയെ കുറിച്ച് തൻഹായി കെ സബ് ദിൻ തൻഹായി കെ സബ് രാത്തെ അബ് ഹോനെ ലഗെ ഉൻസെ ഖൽവത്ത് മേ മുലാഖാത്തെ. ഏകാന്തതയിൽ മുത്തനബി ആസ്വദിക്കുമായിരുന്നു. അതൊരു മഹാഭാഗ്യ. അങ്ങനെ ആസ്വദിച്ചപ്പോൾ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങി. എന്താ നിന്റെ കണ്ണിന് പറ്റിയത്?
എന്താണ് നിന്റെ കണ്ണിനെ പറ്റിയത്? ഫമാലി ഐനൈക ഇൻ ഖുൽത കഫു ഫഹവതാ വമാലി ഖൽബിക ഇൻ ഖുൽത അസ്തഫിഖ് യാ ഹീമി. കണ്ണിനോട് ചോദിക്കുക എന്ത് പറ്റിയെന്ന്. തടഞ്ഞു നിർത്തിയിട്ടും ധാരമുറിയാതെ ആ കണ്ണ് അതിന്റെ അശ്രുക്കളെങ്ങനെ പൊഴിച്ചു പൊഴിച്ചു വിടുകയാണല്ലോ. എന്ത് പറ്റിയെന്ന് കണ്ണിനോടൊന്ന് ചോദിച്ചേ. എന്തിനാ ഈ കണ്ണെ നീ ഇങ്ങനെ കരയുന്നത്? എന്ത് പറ്റി ഹൃദയത്തിന്? അടങ്ങാൻ പറഞ്ഞിട്ടും അത് പരിഭ്രമം കൊള്ളുകയാണല്ലോ. നിന്റെ ഹൃദയത്തിന് എന്ത് പറ്റി? നെഞ്ചുടിപ്പ് കൂടുന്നുണ്ടല്ലോ. മദീന ഓർക്കുമ്പോൾ എങ്ങനെയാ നെഞ്ചുടിപ്പ് കൂടാതിരിക്കാം? സ്വലാത്തുകൾ മുറുകെ പിടിച്ചോളൂ. സ്വലാത്ത് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് അത്ര വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്നേഹത്തിന്റെ വിപ്ലവം. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കുത്തിപ്പറിച്ചും ചവച്ചും പുളചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗരങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുകുമാർ കക്കാടിന്റെ വരികളാണ്. രക്തക്കറപുരണ്ട ദ്രംഷ്ട എന്നൊക്കെ പറയുന്ന എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. സുകുമാർ കക്കാട് ആ കാലഘട്ടത്തെ വർണ്ണിക്കാണ്. തന്റെ ഇരയെ കടിച്ചു മുറിച്ച് തിന്നുന്ന ഒരു കടുവയുടെയും സിംഹത്തിന്റെയും മുഖത്ത് തന്റെ ഇരയുടെ യാതൊരുവിധ ദയയും ദാക്ഷണ്യവുമില്ലാതെ ആ മുഖത്ത് ആ ഇരയുടെ ചോര പുരണ്ടിരിക്കുന്ന മൃഗീയമായ മുഖഭാവമുണ്ടല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിലെ മനുഷ്യർക്കുണ്ടായത്. മർത്തൃ രക്തക്കറ പറ്റിയ ദ്രംഷ്ടയിൽ മനന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശധാവള്യത്തിൻ നിത്യപ്രവാഹാൽ തകർത്ത പ്രബോധകാഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലിൽ മുഖ്തഹിമി മൗലായ സല്ലി വസല്ലിം ദാഇമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് കരുതി വെള്ളിയാഴ്ച രാവുകളിലും പകലുകളിലും മാത്രല്ല, ദിനേന നിസ്കാര ശേഷം സ്വലാത്തു താജ് പതിവാക്കിക്കോളൂ. സ്വലാത്തു താജ് മനസ്സിരുത്തി കണ്ണടച്ചു ചൊല്ലാൻ പറ്റുമെങ്കിൽ വലിയ ശ്രേഷ്ഠതയാ. ഹൃദയത്തിൽ തട്ടി സാഹിബി താജി വൽ മിഅ്റാജി വൽ ബുറാഖ് വൽ അലം, സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്തുകളുടെ ഇടയിൽ കിരീടമാണിത്, സ്വലാത്തു താജ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സ്വാഹിബി താജി വൽ മിഅ്റാജി വൽ ബുറാഖി വൽ അലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മർദി വൽ അലം اسمه مكتوب مرفوع مسفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم. നീണ്ടു കിടക്കാ സ്വലാത്ത് താജ്. ഒരു 1.5 മിനിറ്റ് മതി ചൊല്ലാൻ. അങ്ങനെ രസകരമായി ആസ്വദിച്ച് കരഞ്ഞുകൊണ്ട് ചൊല്ലിക്കോ സ്വലാത്ത് താജ്. റസൂലുള്ളാഹി ഉറപ്പായും നിന്റെ സ്വപ്നത്തിൽ വരും. കരഞ്ഞുകൊണ്ട് ചൊല്ലിക്കിടന്നോ സ്വലാത്ത് താജ്, നിന്റെ കടപ്പറയിൽ റസൂലുള്ളാഹി വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനേ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ, അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ഇഷ്ടക്കാരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അബദ്ധങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ സ്വലാത്തിൽ കൂടാൻ, മൗലിദിൽ ചേരാൻ, മഹബ്ബത്തിൽ അംഗമാവാൻ, നിന്റെ ഹബീബിന്റെ ശഫാഅത്തുൽ ഉളമയിൽ ചേരാൻ ഭാഗ്യം നൽകുക അല്ലാ. പുണ്യ റബീഅ് വന്നപ്പോ മനസ്സിൽ സന്തോഷമുണ്ടായവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധ മദ്ഹ് കൊണ്ട് എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ വാട്സാപ്പിലും ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ യൂട്യൂബ് കമന്റ് ബോക്സുകളിലും ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, അല്ലാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ലാ. ജീവിതത്തിൽ ഒരിടത്തും നീ ഞങ്ങളെ തനിച്ചാക്കല്ലേ അല്ലാ. എപ്പോഴും നീ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ തമ്പുരാനെ. ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീയല്ലേ ചെയ്തു തന്നത്. ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിയൂല അല്ലാ. ഞങ്ങൾക്ക് വേണ്ടത് ഖൈറായ നേരത്ത് ഖൈറായ രീതിയിൽ നീ ചെയ്തു തരണേ അല്ലാ. നീ ഖാദിൽ ഹാജാത്തല്ലേ, നീ മുദബ്ബിറുൽ ഉമൂറല്ലേ. ഖൈർ ഞങ്ങളിലേക്ക് അടുപ്പിച്ചു തരണം അല്ലാ. ശർറുകളിൽ നിന്നും അകറ്റണേ അല്ലാ. ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു ദുരന്തങ്ങളും വിഷമങ്ങളും തരല്ലേ അല്ലാ. ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി തരണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ പൊന്നാര മക്കളെ കൊണ്ട് സന്തോഷം തരണേ അല്ലാ. അല്ലാഹുവേ ബിദ്അത്തിലേക്ക് ഞങ്ങളോ മക്കളോ പോവല്ലേ അല്ലാ. ബിദ്അത്തിൽ പോയവരെ നീ നന്നാക്കി തരണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്തുക അല്ലാ. അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അല്ലാഹുവേ അത് നീ നിലനിർത്തണേ അല്ലാ. തമ്പുരാനെ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. വളർത്തുമൃഗങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളുടെ പഠനത്തിലും തൊഴിലുകളിലും ബിസിനസ്സുകളിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾക്ക് നീ ഖൈർ നൽകുക അല്ലാ. പനിയും അസ്വസ്ഥതകളും ശാരീരിക പ്രയാസങ്ങളുമുള്ള പലർക്കും വേണ്ടി ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളുടെയും ഈ സദസ്സിൽ ഞങ്ങൾ ദുആ ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഒരു സവാബ് ഞങ്ങളിൽ നിന്നും മരിച്ചവരുടെ ഖബറിലെത്തിക്കണേ അല്ലാ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ മദ്ഹ് പാടാനും പറയാനും സ്വലാത്ത് ചൊല്ലാനും ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്നവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും അതിൻ്റെ എല്ലാം വെളിച്ചം മനസ്സിലേക്ക് നീ ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ കടബാധ്യത ഉള്ള ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലോണിൽ കുടുങ്ങിയവരുണ്ട്, പലിശയിൽ പെട്ടുപോയവരുണ്ട്. കരകേറ്റണേ റഹ്മാനേ, കരകേറ്റണേ അല്ലാ. പടച്ചറബേ അല്ലാഹുവേ വയനാട് പോലെയുള്ള ഞങ്ങളുടെ സഹോദരന്മാർ കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ സമാധാനത്തെ നീ പുനഃസ്ഥാപിക്കണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാക്കണേ അല്ലാ. ഡാം ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സ്വഗാറാ ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.